നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിന് പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കെയില്ല. ഇതൊക്കെ എന്ത് നുമ്മ കാണിക്കാതെ നോക്കോ എടുത്തോണ്ട് പോക്കോ ഇങ്ങനെ. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? താടിക്കാരൻ നിന്നോടാ ചോദിച്ചത്. ഊമയാണെങ്കിൽ വാതറന്ന് പറയടാ, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. അവനെ കയറ്റി വിട്ടു. കാര്യമായിട്ടാണ് ചോദിക്കുന്നത്, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. ഇതിന്റെ ബ്രേക്ക് എവിടെ അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. മലപ്പുറം മൂത്തേടം ചോളമുണ്ടയിൽ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്ന കാട്ടാന കസേരക്കൊമ്പൻ കുഴിയിൽ വീണ് ചരിഞ്ഞ നിലയിൽ. സ്വകാര്യ വ്യക്തിയുടെ ഇഷ്ടിക കളത്തിലെ കുഴിയിലാണ് ആന വീണത്. ധരണിയിൽ നിന്നും ജ്വാല കണക്കെ ജലത്തിൽ നിന്നും പൊങ്ങിപ്പൊങ്ങുന്നേ. കോളിഫ്ലവർ മാതിരിയുള്ള എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത്. ഇച്ചിരി കൂടുതലാ. ശരിയാ, ഒരു മേക്കപ്പ് ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ? കുളി കഴിഞ്ഞാൽ നനവോടെ എന്റെ ദേഹത്ത് പറ്റണം, എന്നാലും വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ ഈ പുഴയ്ക്ക്. എന്നെ അറിയാം, എനിക്ക് പുഴ. നിങ്ങൾ കയറി വരുന്നുണ്ടോ? വയ്യാത്ത കൈയും കാലും വെച്ച് പുഴക്കിട നീണ്ട. പിന്നെ വയ്യാത്ത കൈയും കാലും നിങ്ങളെക്കാളും സ്ട്രോങ് എന്റെ കൈയും കാലും. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ബിരിയാണി ആവശ്യപ്പെട്ട് മേലെ പിടി, കിളപ്പോ കിളപ്പോ കൊഞ്ഞം കൂടെ കൊഞ്ഞം കൊഞ്ഞം കൂടെ കൊഞ്ഞം. ஏய், அவன் செத்துட்டான்டா. யாரா இவனுங்க? எங்கிருந்தா வந்துக்கிறானுங்க? அம்மாட போடா, போடு மட்டும்தான். மத்த பொருளத்துல போய் மட்டை வச்சுக்கணும். அவன் செத்துட்டான்டா. നമ്മൾ കടവന്തരയിൽ വെച്ച് മോൻ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടേ. നമുക്ക് പേര് തിരിച്ചുപോയി. ഞാൻ പോകുന്നു. ബൈ ബൈ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി ഫൈറ്റ് തുടങ്ങാം. വലിച്ചുവിള കൊക്കയിലിട്, വലിച്ചുവിള കൊക്കയിലിട്, കൊക്കയില് കീറിപ്പോയി. എടാ, പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങിപ്പാടായപ്പാ. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും Hey, yeah, yeah,
എല്ലാരും മറക്കോ ചാടാൻ പോവാണ്. ആരും പേടിക്കണ്ട. പതുക്കെ പോണേ. ഞാൻ പോല പേട 25 പറപ്പിക്ക് ഇങ്ങനെ താളുമറിഞ്ഞ് നടുപ്പേജു കീറി ടെമ്പല് സ്റ്റിൽ ടെമ്പല് ടെമ്പല് നീ എങ്ങനെ ബ്രസീലായ? കസിനുണ്ട് സിദ്ധു, ഓൻ പറഞ്ഞത് ഞാൻ ചെറുതാ. അപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ചാലക്കുടിയിലുള്ള ഒരു അമ്മമ്മേൻ്റെ മോനുണ്ട്, അത് നല്ലോണം ഫുട്ബോളെല്ലാം കളിക്കും, ഇപ്പം പുറത്തെല്ലാം പോയിട്ട് കളിക്കുന്നില്ലോണ്ട് എനിക്ക് നെയ്മറിന്റെ ഫോട്ടോ. അല്ല, ഞാൻ എന്നിട്ട് വിശ്വസിച്ചു. എന്നിട്ട് അപ്പൊ പിന്നെ എനിക്ക് വേറെ ടീമൊന്നും അറിയില്ലല്ലോ. ചാലക്കുടി. എന്നിട്ട് ഞാൻ ഓന്റെ പരം കളി കാണും. അങ്ങനെ ബ്രസീലിന്റെ പിന്നെ എനിക്ക് മനസ്സിലായത് നെയ്മറാണ്. കൊലച്ച് നിൽക്കുക, എങ്ങനെ തുണിയില്ലാതെ വീഴുന്നു മോനെ. കൊലച്ച് നിൽക്കുന്ന കായല്ലേ, അത് വെട്ടി നീ ഒരു ചാക്കിനകത്ത് വെച്ചിട്ട് വല്ല നിന്റെ വീട്ടിലെ അടുക്കള ഉണ്ടെങ്കിൽ അവിടെ കാണാൻ കൊണ്ടുവന്ന് വെക്കി. മനസ്സിലായോ? 2 ദിവസം ആകുമ്പോൾ അത് പഴുത്ത് പഴം തിന്നാം കേട്ടോ. നീ ഇവിടെ വന്നിട്ട് കൊലച്ച് നിൽക്കുവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊലച്ച് നിൽക്കുവെന്ന് ആ കൊല അങ്ങ് വെട്ട്. ഇത് കേട്ടോ എല്ലാവരും കൂടി ഇരിച്ചിരിക്കുന്നു. ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യമേ പറഞ്ഞു. അല്ലെ അവനെ ഇവിടെ എഴുതി വെച്ചേക്കുന്ന നിങ്ങൾക്ക് കാണുന്നില്ലേ കുഞ്ഞുങ്ങൾ? കൊലച്ചിരിക്കുവാന്നെങ്കിൽ അത് എന്നോട് പറയാതെ അങ്ങ് വെട്ടിട്ട് പോലെ ചാക്കിനകത്തിൽ എടുത്ത് വെക്കേ. ഇത്തിരി കഴിയുമ്പോൾ പഴം കഴിച്ചുകൂടെ മക്കളെ നിങ്ങൾക്ക്? എൻ്റെ കൃമികടി മാറാൻ പ്രാർത്ഥിക്കുമോ കുഞ്ഞെ? നിന്റെ കൃമികടി മാറാൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ കൃമികടിക്ക് ഞാനിവിടെ പൂജ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെന്ത് കഷ്ടമാണെന്ന് അറിഞ്ഞാട്ടെ. ഇരുന്ന് പൂജ ചെയ്താലും നിന്റെ കൃമികടി മാറുമോ? ഇല്ല. നിന്റെ കൃമികടി ഇപ്പം രാവിലത്തെ കൃമികടി എന്താന്ന് വെച്ചാല് നീ ഇവിടെ വന്ന് ഇങ്ങനെ എഴുതിയിടുന്നില്ല, അത് തന്നെ ഒരു കൃമികടിയാണ്.